വെറുതെ ഒരാഴ്ച കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി ഗസ്റ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സ്ട്രെസ്സിലാക്കി കുറ്റബോധം തോന്നിപ്പിച്ച് രണ്ടാമതും രതീഷിനെ പുറത്താക്കിയിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡില്. പുള്ളി അവിടെ വേണ്ട ഒരാളായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് നമ്മൾ പലതവണ വീഡിയോകളിലായിട്ട് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പലരെയും എക്സ്പോസ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചേനെ അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, രതീഷാണ് പുറത്തായത്. മത്സരാർത്ഥികൾക്കിടയിൽ നിന്ന് ഒരു ഫോർമൽ എവിക്ഷൻ നടന്നില്ല ഈ ഒരാഴ്ച. ഗിബ്രി മാത്രമാണ് ഔട്ടായത്. 56 ദിവസമായി അവിടെ ഇരിക്കുന്ന വാഴകളെയൊക്കെ എന്ന് പുറത്താക്കും എന്നറിയില്ല. ഇനി 125 ദിവസമാണോ ഈ ഷോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഈ പ്രാവശ്യത്തേത് ഒരു ഗ്രൂപ്പിസം സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും പേര് അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും 10-16 പേരുള്ളത് ഈ ഒരു പവർ റൂം പരിപാടി കാരണമാണ്. പവർ റൂം കാരണമാണ് രതീഷ് ആദ്യം ഔട്ടായതും പിന്നെ വീണ്ടും വരേണ്ടി വന്നതും എന്നിട്ടും പുള്ളിയെ വില മനസ്സിലാക്കാതെ രണ്ടാമത് പിടിച്ച് പുറത്താക്കിയതും. ഫുൾ കോമഡിയാണ് ഈ സീസൺ മൊത്തം. രതീഷിന്റെ ഈ ഒരു പുറത്താക്കല് ഏറ്റവും അധികം വിഷമിപ്പിച്ചത് അവിടെ ജിൻഡോയാണ്. വേറുള്ള ആർക്കും വലിയ അത്ഭുതമൊന്നുമില്ല. ജിൻഡോ ആകെ കരച്ചിലൊക്കെ ആയിരുന്നു എപ്പിസോഡില്. പിന്നെ രതീഷ് സ്റ്റേജിൽ വന്നപ്പോ ലാലേട്ടൻ ജിൻഡോയെ കുറിച്ച് ചോദിച്ചു. ആ സമയത്ത് രതീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഉള്ളവർ ഓർത്തോണ്ടിരിക്കുന്നത് ജിൻഡോ മണ്ടനാണെന്നാണ്. പക്ഷെ ജിൻഡോ ആണ് ഏറ്റവും ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നത് എന്നൊരു കാര്യം രതീഷ് പറയുന്നുണ്ട്. സംഭവം പുള്ളി പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് കയറിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷെ പറഞ്ഞത് നല്ല വാലിഡ് പോയിന്റ് ആണ് കേട്ടോ. അവിടെ വേറെ ആർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. സീസൺ 6 ഏറ്റവും അധികം ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ജിൻഡോ മാത്രമാണ്. അത് രതീഷ് നല്ല ഒന്നാന്തരമായിട്ട് അവിടെ പറയുന്നുണ്ട് ലാലേട്ടന്റെ മുന്നിൽ വെച്ച്.